ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എക്സെൻഡർ എങ്ങനെ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സെൻഡർ ഒട്ടും ബാൻ ആയതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ ഗായ്സ്. അതുകൊണ്ട് ഇന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് എടുക്കണം. അത് കഴിഞ്ഞിട്ട് എക്സെൻഡർ ഫ്രീ ഡൗൺലോഡ് എന്ന് അടിച്ചിട്ട് ജസ്റ്റ് സെർച്ച് അമർത്തി നോക്കിയാൽ കുറേ ലിങ്ക് വരും കേട്ടോ ഗായ്സ്. ലിങ്ക് എന്നിട്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് പോയി. പിന്നെ വീണ്ടും അതിക്കണം കുറച്ചുകൊണ്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോൺ ബാക്ക് ആയിട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം മുതൽ എടുക്കേണ്ടി വന്നു. എക്സെൻഡർ എടുത്തിട്ട് നമ്മൾ ആദ്യം ഈ കാണുന്ന രണ്ടാമത്തെ ലിങ്കില്ലേ, എക്സെൻഡർ ഫോർ എബൌട്ട് ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തിട്ട് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാവും ഡൗൺലോഡ് APK എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. ഞാൻ വെറുതെ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് കാണിച്ചതാണ്. അത് ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇത് വരും കേട്ടോ. കുറച്ച് നെറ്റ് സ്ലോ ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇതുണ്ടാവും, എഗെയിൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവും. ഞാൻ ഇപ്പോൾ ഒരു വട്ടം ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്ന് തോന്നുന്നുണ്ട്. ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗൺലോഡ് ആവണത് കാണാം കേട്ടോ ഗൈസ്. ഡൗൺലോഡ് പൂർത്തിയായിട്ടില്ല, ചെറിയൊരു ഇതുണ്ട്, നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഡൗൺലോഡ് പൂർത്തിയായിട്ടുണ്ട്. അതിന് നമ്മൾ ഇൻസ്റ്റാളിങ് അമർത്തി കഴിഞ്ഞ് ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങും കേട്ടോ ഗൈസ്. കുറേ നേരമായിട്ട് ഗൈസ് ഇൻസ്റ്റാൾ നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡണ്ണടിച്ച് കഴിഞ്ഞപ്പോൾ ആപ്പ് സ്റ്റോറിലേക്ക് ആട്ടോ നേരെ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോൺ ലാഗ് അടിക്കുന്നതുകൊണ്ട് വേറെ ആപ്സൊക്കെ വരുന്നുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് എക്സെൻഡർ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഫോൺ ലാഗ് ആണ് കേട്ടോ ഗൈസ് ഇങ്ങനെയൊക്കെ ആവണത്. എന്താണെന്ന് പറഞ്ഞാൽ പറ്റില്ല, എന്തൊക്കെയാണ് വരുന്നത്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഓപ്പൺ അടിച്ചിട്ട് ആർഗ്യൂന്നൊക്കെ കൊടുത്താൽ പിന്നെ അതിൽ എലൗഡ് എല്ലാതും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോകുന്നിട്ട് അതൊന്ന് എലവ് ആക്കി കൊടുക്കുക ആ ഒരു ഇത്. എന്നിട്ട് നമ്മൾ നേരെ ബാക്ക് അടിച്ചാൽ നേരെ എക്സെൻഡറിലേക്ക് തന്നെ വരും കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനത്തെ 3 പരസ്യങ്ങളാട്ടോ കാണാം. അതൊന്ന് ജസ്റ്റ് നീക്കി കൊടുത്താൽ മതി. സ്കിപ്പ് ഉണ്ടാവും, അല്ല സ്റ്റാർട്ട് ഉണ്ടാവും. സ്റ്റാർട്ട് അമർത്തി കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ എക്സെൻഡർ നമ്മളതിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മളതിലുള്ള ആപ്സും ഡൗൺലോഡ് ചെയ്ത ആപ്സും ഒക്കെ ഇങ്ങനെ കാണിക്കും കേട്ടോ ഗൈസ്. പിന്നെ എന്താണ് ഫോട്ടോസ്, മ്യൂസിക്, വീഡിയോ, അങ്ങനെയുള്ള PDF ഫയൽസും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ ഗൈസ് ഇതിൽ. നമുക്ക് വേണമെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാലോ എക്സെൻഡറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ ഗൈസ്. ഇതേപോലെ വേറെ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതേപോലെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് APK എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആപ്പിൻ്റെ പേര് ഡൗൺലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ലിങ്കുകൾ എന്തായാലും ക്രോമിൽ ഗൂഗിളിലൊക്കെ കിട്ടുന്ന കേട്ടോ ഗൈസ്. നമ്മൾ മെസ്സേജുകളൊന്നും ഇല്ല. എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു വീഡിയോ ഇടുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഗൈസ്. നമ്മളെ ഉയർച്ചയാണ്. നമ്മൾ ആദ്യം 100 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ഇതാട്ടോ നമ്മൾ നോക്കണം. 100 സബ്സ്ക്രൈബർ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇത് കൊടുക്കുന്നുണ്ട്.